വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സുറഫോനിക്കക്കാരത്തി സ്ത്രീക്ക് കൊടുക്കുന്ന സൗഖ്യത്തെ കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മർക്കോസ് 7:25 മുതൽ അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫോനിക്കക്കാരത്തി ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശുവിനോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട് അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൾ അവനോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറ് മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. അപ്പോൾ ഇവിടെ ദൈവം നൽകുന്നതായ ഈ വലിയ അത്ഭുതം, കർത്താവിനെ കാണാൻ മനസ്സുണ്ടെങ്കിൽ നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. കർത്താവിനെ അടുത്ത് കാണുവാനുള്ള മനസ്സാക്ഷി നിനക്കുണ്ടാകും. അവിടെ മാത്രമേ നിനക്കൊരു വിജയം നേടാനായിട്ട് സാധിക്കൂ. ആ വലിയ വിജയത്തിൻ്റെ അനുഭവം നമ്മൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ആ ദൈവീയ പരിശുദ്ധാത്മാവിനാൽ ആ വലിയ വിജയത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉണ്ട്. ഭവനത്തിൻ്റെ അന്ധകാരക്കെട്ടുകൾ, ഭവനത്തിലെ രോഗങ്ങൾ, ഭവനത്തിലെ ക്ഷീണങ്ങൾ, ഭാരങ്ങളൊക്കെ അത്ഭുതകരമായി അതിശയകരമായി വിടുതൽ പ്രാപിക്കുന്ന, അനുഗ്രഹം പ്രാപിക്കുന്ന ശക്തി വ്യാപരിക്കാൻ സാധിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷീണത്തിൽ, രോഗത്തിൽ, ഭാരത്തിലൊക്കെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനം ശക്തി കൊടുക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി ബലം കൊടുക്കണമേ, ബലപ്പെടുത്തി കൊടുക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.